വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇടിയപ്പം എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. രണ്ട് മെത്തേഡിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ഈ വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ടാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടാക്കാം. ഞാനിപ്പം 1.5 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്ന് കുഴച്ചിട്ടെടുക്കാം. വെള്ളം കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ ചൂടിൽ ഈ പൊടി ഒരു പകുതി വേവ് ആവണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വെള്ളം നല്ല വെട്ടി തിളച്ച പാകത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങുന്ന പൊടി തന്നെയാണ് ഇത്, പച്ചരിപ്പൊടി എന്ന് പറയുന്നത്. ഇടിയപ്പത്തിനെന്ന് പറഞ്ഞു വരുന്നതും ഇതേപോലെയുള്ള പച്ചരിപ്പൊടി തന്നെയാണ്. ഇത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പൊടി ചൂടുള്ള സമയത്ത് തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ചൂട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടയായിപ്പോവും, അവിടെ ഇവിടെയായിട്ട് തരികളായിട്ട് കിടക്കും. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരെടുക്കുന്ന അരിയുടെ ആ ഒരു ഡ്രൈനെസ്സും അതുപോലെ അതിൻ്റെ ബ്രാൻഡിൻ്റെ ഒക്കെ ഡിഫറൻസ് കാരണം വെള്ളത്തിൻ്റെ അളവും ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാത്തത്. ഏകദേശം 1.5 കപ്പിൻ്റെ അടുക്കെയാണ് വെള്ളം വേണ്ടി വരിക. അപ്പോൾ 2 കപ്പ് വെള്ളം നിങ്ങൾ തിളപ്പിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ ഒക്കെ മാവ് പോലെ തന്നെ ആക്കിയിട്ട് കുഴച്ചിട്ടെടുക്കാം. ഇതിന് ഞാനിപ്പം 2 ഭാഗമാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ അച്ചിലിടാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഇടിയപ്പത്തിൻ്റെ അച്ച്. ഇതിൻ്റെ അകത്ത് നമ്മളിതാ ഈ ഒരു അച്ചാണ് ഇടുന്നത്. വളരെ നേർത്ത ഹോളുകളുള്ള ഈ ഒരു അച്ചാണ് നമ്മൾ ഇടുന്നത്. പൊടി ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. മാവ് അവിടെ ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ മാവ് ഇട്ടിട്ട് അച്ച് നന്നായിട്ട് അടച്ച ശേഷം നമുക്ക് ഇത് ഇടിയപ്പത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ ഊന്നുക എന്നാണ് പറയുക. ഞാനിപ്പം വാഴയുടെ ഇലയിലേക്കാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ തട്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് എണ്ണ ഒന്ന് തടവുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും. ഞാനിതുപോലെ ഇപ്പം 4 വാഴയിലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഏകദേശം 8 മുതൽ 10 ഇടിയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 4 വാഴയിലും ആക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അടുപ്പത്ത് നമ്മുടെ ആവിച്ചെമ്പ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ആവിച്ചെമ്പിൽ വെള്ളം തിളച്ച് ആവി വരാനായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഇടിയപ്പം എടുത്തിട്ട് ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 4 എണ്ണം ഒരേ സമയം തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 6 മുതൽ 8 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. നിങ്ങൾ ആക്കിയ ഇടിയപ്പത്തിൻ്റെ കട്ടി അനുസരിച്ചിട്ടും പൊടിയുടെ ഡിഫറൻസ് അനുസരിച്ചിട്ടും സമയത്തിൽ ചെറിയ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ ഫോളോ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.